അപ്പം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ തന്നെയാണ്. നമ്മുടെ SSC CHSLൻ്റെ കുറച്ച് സംശയങ്ങളും കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഒരു സീരീസ് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് സംശയങ്ങൾ തീർക്കാമോ എന്നുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പാവപ്പെട്ട ഒരു പയ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് SSC CHSL എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSC CHSL, അറിയാത്തവരും കാണുമായിരിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ +2 ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു എക്സാമാണ് നമ്മുടെ SSC CHSL എന്ന് പറയുന്നത്. +2 യോഗ്യതയുള്ള എല്ലാവർക്കും ഈ ഒരു എക്സാം എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് നല്ലൊരു പോസ്റ്റിൽ തന്നെ നമുക്ക് ജോലി മേടിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംശയങ്ങൾ തീർക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ച് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പുതിയ സൈറ്റിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്? അതെ, പുതിയ സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം ഇപ്പം നമുക്ക് പുതിയ രജിസ്റ്റർ നമ്പറായി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കറിയാം, പുതിയ വെബ്സൈറ്റായി നമ്മുടെ SSCക്ക് പുതിയ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റാണ് ഇതായി കാണുന്നത് ssc.gov.in എന്ന് പറയുന്ന ഈ പുതിയ വെബ്സൈറ്റിൽ നിന്നുമാണ് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമും നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ CHSLും ഏതിൽ തന്നെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉറപ്പായിട്ടും പുതിയ വെബ്സൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പഴയ രജിസ്റ്റർ നമ്പർ ഒന്നും ഇപ്പം ഇല്ല, പുതിയ രജിസ്റ്റർ നമ്പറാണ് നമുക്കുള്ളത്, പുതിയ ഡീറ്റെയിൽസ് ആണ്, പുതിയ ലൈവ് ഫോട്ടോയാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ CHSLന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. പഴയ സൈറ്റൊന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, വർക്കിങ്ങേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ CHSLന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വീണ്ടും എടുത്ത് പറയുകയാണ്. ക്വാളിഫിക്കേഷൻ ആർക്കും ഡൗട്ട് വരണ്ട, +2 തന്നെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. +2 ഏതൊരു സബ്ജക്റ്റ് പഠിച്ചവർക്കായാലും +2 ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് എല്ലാവർക്കും, +2 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും +2 റിസൾട്ട് കാത്ത് നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങുന്നതിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. കാരണം കുറച്ച് മാസങ്ങളേ ഉള്ളൂ, ഇനി ഒരു 3 മാസം ടൈം ഉണ്ട്. എന്നാലും എങ്ങനെ പഠിക്കാം, കറക്റ്റ് രീതിയിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മളുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതൊക്കെ വഴി ചെയ്യാമെന്ന് ചോദിച്ചാൽ യൂട്യൂബ് ഉണ്ട്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചോയ്സ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല നമ്മുടെ യൂട്യൂബിൽ ഉടനെ തന്നെ CHSLൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. മാത്രമല്ല ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിൽ വന്ന് നന്നായിട്ട് പഠിക്കണം, നല്ലപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ഞാൻ പറഞ്ഞു, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ +2 അല്ലാതെ എന്ത് ക്വാളിഫിക്കേഷൻ വേണം? നമ്മൾ വിളിച്ചിരുന്നു, 3 പോസ്റ്റിലേക്കാണ് ഇപ്പം പ്രധാനമായിട്ട് വിളിച്ചിട്ടുള്ളത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ LDCക്ക് പോസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും വേണ്ടിയാണ് ഇപ്പോൾ CHSL വിളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് ഗ്രേഡ് A പോസ്റ്റൊക്കെ ഉണ്ട്. 2 പോസ്റ്റിലേക്കാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വിളിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ കാണുന്നുണ്ടോ? ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ഒരു ഗ്രേഡ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സുകാരാണ് നടത്തുന്നത്. അവരുടെ കീഴിൽ വരുന്ന എക്സാം, അതായത് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മിനിസ്ട്രിയിൽ മാത്രം കുറച്ച് വേക്കൻസീസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് എന്ത് ചോദിച്ചിരിക്കുന്നവർ, സയൻസ് സ്ട്രീം ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി വേറെ ഒരു എക്സാമിനും അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. ഏത് +2 ഫീൽഡ് പഠിച്ചവർക്കായാലും, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം. ബാക്കി പോസ്റ്റിലൊക്കെ ഇതെന്താ കുറച്ച് വേക്കൻസീസേ ഉള്ളൂ. നമ്മുടെ മിനിസ്ട്രി ഓഫ്, നിങ്ങൾക്ക് അറിയായിരിക്കും CHSL എപ്പോഴും ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ കീഴിലൊക്കെ ഉള്ള ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് വിളിക്കുന്നത്. അതിൽ ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രം എന്ത് വേണം, സയൻസ് ഒരു മെയിൻ ഫീൽഡായിട്ട് പഠിച്ചവർക്കായിരിക്കും ആ ചാൻസ് ഉള്ളത്. അതുമാത്രമല്ല മാത്തമെറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണമെന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു മിനിസ്ട്രിയുടെ കീഴിലുള്ള കാര്യമാണ് പറയുന്നത്. ബാക്കി നമ്മുടെ LDC JSA പോസ്റ്റുകളിലും DOയുടെ ബാക്കി ഗ്രേഡ് പോസ്റ്റുകളിലും എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ +2 ക്വാളിഫിക്കേഷൻ, അതായത് നമുക്ക് +2ന് അത്യാവശ്യം നല്ല മാർക്കോടെ വിജയിച്ചവർക്ക് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിലൊരു ഡൗട്ടും വേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താ? 1/8/2024. ഞാൻ അന്നും പറഞ്ഞതാണ്, നമ്മുടെ CHSLൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓഗസ്റ്റ് 1 മുമ്പേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് കാത്തു നിൽക്കണം. നിങ്ങൾ റിസൾട്ട് എഴുതി കാത്തു നിൽക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതി. അതായത് പാസ്സായവർ, ഈ ഒരു +2 1/8/2024 മുമ്പേ പാസ്സായവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്ന എന്താ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. കാരണം ഇവിടെ ഒരാൾ ചോദിച്ചിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് 1995 ആയ OBCയിൽ എലിജിബിൾ ആണോ, OBCയിൽ 1995 ജനിച്ച ആൾക്കാർക്ക് എലിജിബിൾ ആണോ. അതിന് വേണ്ടി എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഡൗട്ട്സ് വരും, എൻ്റെ ഡേറ്റ് ഇതിനകത്ത് പെടുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് വരും. അതിന് വേണ്ടിയാണ് കറക്റ്റ് കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചിട്ട് OBC, SC, ST, ജനറൽ എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് കറക്റ്റ് എത്രയാണോ ആ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, ബോൺ ആഫ്റ്ററും ബോൺ ബിഫോറും എന്നുള്ള. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ OBC കാറ്റഗറി ആണ് എടുക്കുന്നതെങ്കിൽ 2/8/1994 1/8/2006 ഇടയ്ക്കുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏജ് ലിമിറ്റ്. നമ്മുടെ റിലാക്സേഷനും കൂടെ കഴിഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റാണ്. നിങ്ങൾക്ക് അറിയാം 18 to 27 വരെയുള്ള ഏജ് ഉള്ളവർക്ക് ഇതിന് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ റിലാക്സേഷനും കൂടെ കൂടി വരുമ്പോൾ നമ്മുടെ OBC കാറ്റഗറിക്ക് എന്തുകൊണ്ട് 3 years റിലാക്സേഷൻ ഉണ്ട്. അതായത് 30 വയസ്സുള്ളവരെ വരെ എഴുതാൻ പറ്റും. അതേസമയം നമ്മുടെ ജനറൽ ആണെങ്കിൽ 27 തന്നെയാണ്. SC STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷനാണ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. ആ ഒരു ടൈം ലിമിറ്റാണ് നമ്മൾ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. 2/8/1994 1/8/2006 ഇടയ്ക്കുള്ളവർക്ക് എന്ത് ചെയ്യാം, OBCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBCക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ജനറൽ ആണെങ്കിലും SC STയുടെ കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉള്ളവരെല്ലാം ഈ ബോക്സിൽ നോക്കി നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, നല്ലപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് 1/8/2024 ഈ ഒരു ഡേറ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് മുമ്പിൽ നിങ്ങളുടെ ഏജ് എന്ത് ചെയ്യാൻ എന്താണ് ഏജ് മാറിപ്പോകരുത്. അത് മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്ത എന്താ, ക്രൂഷ്യൽ ഡേറ്റ് ഫോർ സർട്ടിഫിക്കറ്റ്. ഇത് കുറച്ച് എന്താണ് എല്ലാ പേരും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിലെ സ്റ്റുഡൻസ് ആയാലും ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് ഫോർ സർട്ടിഫിക്കറ്റ് എന്നാണ്. കറക്റ്റ് പറഞ്ഞാൽ 7/5/2024 നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, എന്താണ്, എന്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഏത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണെന്ന്. ശരിക്കും വേറൊന്നുമല്ല, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. NCL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. OBC, SC ST കാറ്റഗറിക്കുള്ള ഈ ഒരു NCL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എപ്പോൾ 7/5/2024 എന്ന് പറയുന്ന ഡേറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിരിക്കണം, 1 year വാലിഡിറ്റി. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റും NCL സർട്ടിഫിക്കറ്റും സെയിം ആണ്. അതിപ്പോൾ എന്താണ്, താലൂക്കിൽ നിന്ന് കിട്ടുമ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് എഴുതി വാങ്ങിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. നമ്മുടെ കാസ്റ്റ് പ്രത്യേകം കാറ്റഗറൈസേഷൻ ആയിട്ട് തിരിച്ചിട്ടുള്ള കാസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതുള്ളത്. നമ്മുടെ ജനറൽ കാസ്റ്റിനൊന്നും ഇതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ OBC, SC ST കാറ്റഗറിയുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കണം, ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു കുറച്ച് ഡൗട്ട്സ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലെ ഉള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട എന്താ, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക, ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഏത് ദിശയുടെ ഏത് ബാച്ചിൽ കയറണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.